ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ എക്സാമിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി ചാപ്റ്റർ വൈസ് ടോപ്പിക്കുകൾ ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാപ്റ്റർ വൈസ് ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ കണ്ടന്റുകൾ റിവൈസ് ചെയ്യുക എന്നതല്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് റിവൈസ് ചെയ്യുക. ആ ഇമ്പോർട്ടന്റ് ആയ ഓരോ ക്വസ്റ്റ്യനിലൂടെയും ചാപ്റ്റർ റിവൈസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ റിവൈസ് ചെയ്യണം. ഫിസിക്സിലെ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ റിവിഷൻ ചെയ്യണം. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് നമുക്കറിയാം. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുതിയുടെ വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പൊ ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞാൽ കുറെ പ്രോബ്ലംസ് ഉള്ള അല്ലെങ്കിൽ ഇക്വേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത പ്രോബ്ലംസ് ഉള്ള ചാപ്റ്റർ ആണ്. ലൈറ്റ് എഫക്റ്റിലേക്കൊക്കെ വരുമ്പോൾ കുറെ തിയറി പോർഷൻസ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ സർക്യൂട്ടുകളിൽ നിന്ന് പ്രോബ്ലംസ് ചെയ്യേണ്ട ചാപ്റ്റർ ആണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആയതിനാൽ നമുക്ക് പ്രോബ്ലംസ്, സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള പ്രോബ്ലംസ്, അതേപോലെ അങ്ങനെയുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചാപ്റ്ററിലൂടെ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ, അതായത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ ആദ്യം പ്രോബ്ലംസ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. പ്രോബ്ലംസ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ ജൂൾസ് ലോ, ഓംസ് ലോ, ഇലക്ട്രിക് പവർ എന്നിവയെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ടൈപ്പ് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന പ്രോബ്ലംസ് കറക്റ്റായി അതിലേതെങ്കിലും ഒരു ഇക്വേഷൻ സെലക്ട് ചെയ്ത് ചെയ്യാവുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. ഇവിടെ ബോർഡിൽ ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്, നോക്കുക. A 800 watt device working at 200 volt. What will be its power if the voltage is 100 volt? If the voltage is 100 volt. ഞാൻ അതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഒന്ന് പറയാം. അതായത് 800 വാട്ട് പവറുള്ള ഒരു വൈദ്യുത ഉപകരണം 200 വോൾട്ടിൽ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ വോൾട്ടേജ് 100 വോൾട്ടിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഉപകരണത്തിന്റെ പുതിയ പവർ കാണുക. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതാം. അതായത് പവർ P ഈക്വൽ ടു 800 വാട്ട്. വാട്ട് എന്നത് പവറിന്റെ യൂണിറ്റ്. വോൾട്ടേജ് V ഈക്വൽ ടു 200 വോൾട്ട്. ഇവിടെ ഈ 200 വോൾട്ടിൽ നിന്ന് 100 വോൾട്ടിലേക്ക് മാറ്റപ്പെടുമ്പോൾ പുതിയ പവർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഈ തന്നിരിക്കുന്ന രണ്ട് ഡേറ്റകളിൽ നിന്നുകൊണ്ട്, ആദ്യം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വോൾട്ടേജിൽ നിന്നുകൊണ്ട് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഉപകരണത്തിന്റെ പ്രതിരോധം കാണുക. നമുക്കറിയാം പവർ P ഈക്വൽ ടു, പവർ കാണുന്നതിന് ഒരുപാട് സമവാക്യങ്ങൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്ത് റെസിസ്റ്റൻസ് കാണുവാനുള്ള ഒരു സമവാക്യം പവർ P ഈക്വൽ ടു V സ്ക്വയർ ബൈ R. ഇവിടെ നിന്ന് R കാൽക്കുലേറ്റ് ചെയ്യാം. R ഈക്വൽ ടു V സ്ക്വയർ ബൈ P. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് എങ്കിൽ V സ്ക്വയർ എന്നത് 200ന്റെ സ്ക്വയർ ബൈ P എന്നത് 800 വാട്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 50 ഓം എന്നതാണ്. ഓം എന്നത് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന പവറിനെയും തന്നിരിക്കുന്ന വോൾട്ടേജിനെയും റിലേറ്റ് ചെയ്ത് ഉപകരണത്തിന്റെ പ്രതിരോധം കാണുക, റെസിസ്റ്റൻസ് കാണുക. ഇനി ആ റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് പുതിയ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്ത് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 200ൽ നിന്ന് 100 വോൾട്ടിലേക്ക് മാറിയപ്പോൾ ഉള്ള പുതിയ പവർ കാണുക. അപ്പോഴും ഇതേ ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ഇലക്ട്രിക് പവർ P ഈക്വൽ ടു V സ്ക്വയർ ബൈ R ഈക്വൽ ടു 100 സ്ക്വയർ ബൈ 50. 50 ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, 100 എന്നത് മാറ്റപ്പെട്ട വോൾട്ടേജ്. കിട്ടുന്ന ആൻസർ എന്നത്
200 വാട്ട് എന്നതാണ് ആൻസർ. എനിക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാതെ, റെസിസ്റ്റൻസിന് മാറ്റമില്ലാതെ വോൾട്ടേജ് പകുതിയായപ്പോൾ, അതായത് 200-ൽ നിന്ന് 100 ആയപ്പോൾ ഉപകരണത്തിന്റെ പവർ 4/1 കുറഞ്ഞു. അതായത് 800-ൽ നിന്ന് 200 ആയി. 800-ൽ നിന്ന് 200 ആയി എന്ന് പറഞ്ഞാൽ 4/1 കുറഞ്ഞു. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതായത് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാതെ വോൾട്ടേജ് പകുതിയായപ്പോൾ പവർ വിൽ ബി ഡിക്രീസ്ഡ് 1/4 ടൈംസ്. പവർ 4/1 കുറഞ്ഞു. അടുത്തതായി രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം ബോർഡിൽ എഴുതിയിരിക്കുന്നു, നമുക്കത് നോക്കാം. എ 230 വോൾട്ട് 115 വാട്ട് ലാമ്പ് വർക്ക് ഇൻ എ സർക്യൂട്ട് ഫോർ 10 മിനിറ്റ്സ്. അതായത് ഒരു 230 വോൾട്ട് 115 വാട്ട് ലാമ്പ് ഒരു സർക്യൂട്ടിൽ 10 മിനിറ്റ് നേരം പ്രവർത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് what is the current flow through the bulb? ബൾബിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കണ്ടുപിടിക്കുക എന്നതാണ് എ പാർട്ട് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം എ പാർട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ദാ ഇവിടേക്ക് നോക്കുക. തന്നിരിക്കുന്ന ഡേറ്റകൾ ആദ്യം ഒന്ന് എടുത്തെഴുതാം. തന്നിരിക്കുന്ന ഡേറ്റ ഒന്ന് വോൾട്ടേജ് 230 വോൾട്ട്. രണ്ടാമതായി ബൾബിന്റെ പവർ പി തന്നിരിക്കുന്നു 115 വാട്ട് എന്നതാണ് ബൾബിന്റെ പവർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്ത് കറണ്ടിന്റെ വാല്യൂ കാണുക. കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. ഐ എത്രയെന്ന് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഈ രണ്ട് ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇലക്ട്രിക് പവർ പി ഈക്വൽ ടു, അറിയാവുന്ന ഇക്വേഷൻ ആണ്, ഇലക്ട്രിക് പവർ പി ഈക്വൽ ടു വി ഇൻറ്റു ഐ. അതിൽ നിന്ന് ഐ ഈക്വൽ ടു, വളരെ സിമ്പിൾ ആയി ഐ ഈക്വൽ ടു പി ബൈ വി എന്ന് എഴുതാം. ഈക്വൽ ടു 115 ഡിവൈഡഡ് ബൈ 230. 150 ഡിവൈഡ് ബൈ 230 എന്നത് 0.5 ആണ്. 0.5 ആംപിയർ എന്നതാണ് ആൻസർ. ആംപിയർ എന്നത് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. വളരെ സിമ്പിൾ ആയി തന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്ത് ആൻസർ എഴുതുകയുണ്ടായി. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ഒരു ബി പാർട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഫ്ലോ ത്രൂ ദ സർക്യൂട്ട്? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സർക്യൂട്ടിലൂടെ എത്രത്തോളം എമൗണ്ട് ചാർജ് ഫ്ലോ ചെയ്യപ്പെടുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ചാർജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചാപ്റ്ററിൽ ഇലക്ട്രിക് കറണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് കറണ്ട് ഐ എന്നത് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് Q/T എന്നതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് Q കാണാൻ എളുപ്പമാണ്. Q ഈക്വൽ ടു I ഇൻറ്റു T എന്ന് എഴുതാം. ഇവിടെ ഐയുടെ വാല്യൂ ഡയറക്റ്റ് നമ്മൾ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഐയുടെ വാല്യൂ നമുക്കറിയാം 0.5 ആണ്. 0.5 ഇൻറ്റു ടൈം എന്നത് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് നമുക്ക് 10 മിനിറ്റ്സ് എന്നതാണ്. മിനിറ്റ് എന്നത് സമയത്തിന്റെ അടിസ്ഥാനപരമായ യൂണിറ്റ് അല്ല. ആയതിനാൽ മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. ആയതിനാൽ 10 മിനിറ്റ് എന്ന് പറയുന്നത് 10 ഇൻറ്റു 60 എന്ന് എഴുതേണ്ടി വരും. പ്രോബ്ലത്തിൽ തന്നിരുന്ന സമയം മിനിറ്റ് ആയിരുന്നു. അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഇവിടെ ആൻസർ എന്നത് ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ കിട്ടുന്നത് 300 യൂണിറ്റ് കൂളോംബ്. കൂളോംബ് എന്നത് ചാർജുകളുടെ യൂണിറ്റ് ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ സി. അപ്പൊ രണ്ട് എ പാർട്ടും ബി പാർട്ടും നമ്മൾ ചെയ്തു, എളുപ്പം ചെയ്തു. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് നോക്കി മനസ്സിലാക്കുക. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും യൂണിറ്റുകൾ പ്രോപ്പറായി ആൻസറിന്റെ കൂടെ അപ്ലൈ ചെയ്യുക. അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ പ്രോബ്ലം, an electric heater working at 230 volt produces 1000 joule energy in 1 second. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്റർ
ഒരു സെക്കൻഡ് പ്രവർത്തിച്ചപ്പോൾ 1000 ജൂൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. എനർജി മീൻസ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ അതിന്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ഇലക്ട്രിക് ഹീറ്റർ? ഇലക്ട്രിക് ഹീറ്ററിന്റെ പവർ എത്രയെന്ന് നമുക്ക് നോക്കണം. ഇലക്ട്രിക് ഹീറ്ററിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ഡേറ്റ ആദ്യം നമുക്കൊന്ന് എഴുതാം. ഇവിടെ വോൾട്ടേജ് വി എന്നത് 230 വോൾട്ട് ആണ്. ടൈം ടി എന്നത് നമുക്കറിയാം, ടൈം ടി എന്നത് 1 സെക്കൻഡ് ആണ്. തന്നിരിക്കുന്ന ഹീറ്റ് എനർജി എച്ച് എന്നത് 1000 ജൂൾ ആണ്. നമുക്ക് പവർ ആണ് കാണേണ്ടത്. പവർ കാണുന്നതിന് ഉള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജൂൾസ് ലോയിൽ നിന്ന് എച്ച് ഈക്വൽ ടു ഹീറ്റ് എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പവർ പി ഈക്വൽ ടു എച്ച് ബൈ ടി എന്ന് എഴുതാം. പവർ പി ഈക്വൽ ടു എച്ച് ബൈ ടി എന്ന് എഴുതാം. അതായത് 1000 by 1 equal to 1000 watt. 1000 by 1 equal to 1000 watt എന്നതാണ് കറക്റ്റ് ആയ ആൻസർ. ക്ലിയർ ആയിട്ട് നോക്കുക. ഒന്നാമത്തെ ടേം ചെയ്തു കഴിഞ്ഞു. വാട്ട് ഈസ് ദ പവർ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? തന്നിരിക്കുന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്ത്, എല്ലാ പ്രോബ്ലങ്ങളിലും തന്നിരിക്കുന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്ത് കാണേണ്ട ടേമിനുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്താണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. 1000 വാട്ടാണ് ആൻസർ. ഇനി ഇതിൽ നിന്ന് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഇലക്ട്രിക് ഹീറ്ററിന്റെ പ്രതിരോധം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോഴും തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. റെസിസ്റ്റൻസ് എന്നത് 6 ആണ്. അപ്പൊ ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, പവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ നമ്മൾ ചെയ്തതാണ്. P equal to V square by R. ഈ ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. P equal to V square by R. ഇതിൽ നിന്ന് R equal to V square by P. V square by P അതായത് 230 സ്ക്വയർ by 1000. 230 സ്ക്വയർ by 1000 എന്നത് ആൻസർ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 52.9 ഓം എന്നതാണ് ആൻസർ. 52.9 ഓം എന്നതാണ് ആൻസർ. ആൻസർ ഞാൻ ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്, കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല. കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകാം. ഫൈൻഡ് ഹീറ്റ് ഇൻ 5 മിനിറ്റ്സ്. 1 സെക്കൻഡിൽ പ്രവർത്തിച്ചപ്പോഴുള്ള കേസാണ് നമ്മൾ പ്രോബ്ലത്തിൽ പറഞ്ഞത്. അത് 5 മിനിറ്റിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം നമുക്ക്. H equal to P into T. H equal to P into T. H equal to P എന്നത് 1000 വാട്ട് ആണ്. 1000 വാട്ട് into 5 മിനിറ്റ്. മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് 5 into 60 എന്ന് എഴുതുക. 5 into 60 എന്ന് എഴുതുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുന്നതാണ്. ഇവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് 5 ഗുണം 6, ഈ 6 എന്ന് 30. ബാക്കി വരുന്ന സീറോസ് 1 2 3 4 സീറോസ് 1 2 3 4 സീറോസ് അതേപോലെ കൊടുക്കുക. ഇതാണ് ആൻസർ. ജൂളിലാണ് ആൻസർ എക്സ്പ്രസ് ചെയ്യുക, കാരണം ഹീറ്റ് എനർജി ആണ് കണ്ടുപിടിച്ചത്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷനെ ഡിപെൻഡ് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ, പ്രതിരോധകങ്ങളുടെ അറേഞ്ച്മെന്റ് ശ്രേണി രീതിയിൽ, അതായത് സീരീസ് ആയി സമാന്തരമായ രീതിയിൽ, അതായത് പാരലലായി അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കാണുന്ന പ്രോബ്ലംസ്, അതിന്റെ ടേമുകൾ നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഒന്ന് നോക്കാം നമുക്ക്. 3 resistors of 2 ohm, 3 ohm and 6 ohm are given. നമുക്ക് 3 റെസിസ്റ്ററുകൾ തന്നിട്ടുണ്ട്. 1 2 ohm, 3 ohm, 6 ohm വീതമുള്ള 3 റെസിസ്റ്ററുകൾ. അതിലെ എ പാർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? ഇവ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടിയ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അപ്പൊ അവിടെ പ്രധാനമായി ഓർത്തിരിക്കേണ്ടത്, ഏറ്റവും കൂടിയ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ലഭിക്കണമെങ്കിൽ എപ്പോഴും അതിനെ സീരീസ് ആയി കണക്ട് ചെയ്യണം. അതിനെ സീരീസ് ആയി കണക്ട് ചെയ്യുക, അതായത് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുക. ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന സമവാക്യം നമുക്കറിയാം. R equal to R1 plus R2 plus R3 എന്നതാണ്. ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ
സഫല പ്രതിരോധം കാണുന്ന സമവാക്യം R=R1+R2+R3 എന്നതാണ്. ഈ കേസിൽ അത് 2+3+6 എന്നതാണ്. അതായത് 11 ഓം എന്നതാണ് ഏറ്റവും കൂടിയ റെസിസ്റ്റൻസ്. ഏറ്റവും കൂടിയ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ അതിനെ നമ്മൾ സീരീസ് ആയി അറേഞ്ച് ചെയ്യണം. ചെയ്യുക. ഇനി ബി പാർട്ടിലേക്ക് വന്നാൽ വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? മിനിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനെ നമ്മൾ പാരലലായി അറേഞ്ച് ചെയ്യുക. പാരലലായി അറേഞ്ച് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന സമവാക്യം 1/R=1/R1+1/R2+1/R3 എന്നതാണ്. നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. 1/R=1/2+1/3+1/6. ഇവിടെ ആദ്യം ഈ ഡിനോമിനേറ്ററുകളുടെ സിമ്പിളായി ചെയ്യുന്ന മെത്തേഡാണ്. ആദ്യം ഈ ഡിനോമിനേറ്ററുകളുടെ LCM എടുക്കുക. അതായത് 2, 3, 6 എന്നിവയുടെ LCM എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന LCM 6 എന്നതാണ്. LCM കോമൺ ഡിനോമിനേറ്ററായി എഴുതുക. വളരെ എളുപ്പം ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. LCM കോമൺ ഡിനോമിനേറ്ററായി എഴുതി ബാക്കി ന്യൂമറേറ്ററുകൾ ചെയ്യുക. ഓക്കെ, അതായത് ഇവിടെ LCM 6 എന്നതാണ്. 6 ഈ 2ല് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ 3x1 എന്ന് പറയുന്നത് 3 പ്ലസ്, അപ്പൊ ആദ്യത്തെ ന്യൂമറേറ്റർ കിട്ടി 3. അടുത്തത് ഈ 6 ഈ 3 6ൽ എത്ര പ്രാവശ്യം? അത് 2 പ്രാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ 2 × 3 ആണ് 6. അപ്പൊ അത് 2 × പിന്നെയും 1 ചെയ്യുക. അപ്പൊ ആൻസർ 2 വരുന്നതാണ്. ഇനി ഈ 6 ഇവിടെ എത്ര പ്രാവശ്യം? 1 പ്രാവശ്യമാണ്. 1 × 1 എന്നത് 1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 3 + 2 + 1 6/6. കണ്ടല്ലോ, 1/R = 6/6 ആണ്. അങ്ങനെയാണെങ്കിൽ R = 6/6 തന്നെയാണ്. ആൻസർ 1 ഓം എന്നതാണ്. ഇത്തരത്തില് 3, 4, 5 ഒക്കെ റെസിസ്റ്ററുകൾ തന്നിരുന്നാൽ LCM എടുത്ത് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ വളരെ എളുപ്പത്തിൽ ആൻസർ ലഭിക്കുന്നതാണ്. അതായത് ഒരു സർക്യൂട്ട് ടൈപ്പ് പ്രോബ്ലം ആണ്. സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം മോഡൽ എക്സാമിന് വരെ ചോദിച്ച ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് 2 ബൾബുകൾ, ബൾബ് B1, ബൾബ് B2, B1 എന്ന ബൾബ്, B2 എന്ന ബൾബ് പാരലലായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഒരു AC സോഴ്സിനോട്. ബൾബിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 100 വോൾട്ട് 100 വാട്ട്. ഈ B2 100 വോൾട്ട് 100 വാട്ട്. 100 വോൾട്ട് എന്ന് രണ്ടിലും രേഖപ്പെടുത്താൻ കാരണം വോൾട്ടേജ് സെയിം ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ S1 എന്ന ഒരു സ്വിച്ച്, S2 എന്ന ഒരു സ്വിച്ച്, S3 എന്ന ഒരു സ്വിച്ച്. ആദ്യം ഞാൻ ആ ഫിഗറിലെ കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഇവിടെ 1.5 ആംപിയറിന്റെ ഒരു ഫ്യൂസും കണക്ട് ചെയ്തിട്ടുണ്ട്. AC സോഴ്സിനോട് ചേർന്ന് 1.5 ആംപിയറിന്റെ ഒരു ഫ്യൂസും കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബൾബ് വിൽ ഗ്ലോ when switch S1 is on? S1 എന്ന സ്വിച്ച് ഓൺ ആകുമ്പോൾ ഏത് ബൾബ് പ്രകാശിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. S1 എന്ന സ്വിച്ച് ഇതാണ്. ഇത് ഓൺ ആകുമ്പോൾ പ്രവർത്തിക്കുവാൻ ഇടയാകുന്ന ബൾബ് ദാണ്ട് ഈ സർക്യൂട്ട് ഇങ്ങനെ ക്ലോസ് ആവുകയും B1 എന്ന ബൾബ് പ്രകാശിക്കുകയും ചെയ്യും. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. B1 എന്ന ബൾബ് പ്രകാശിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ബൾബ് വിൽ ഗ്ലോ when switch S1 and S2 are on? S1 ഉം S2 ഉം ഒരേ സമയം ഓൺ ആക്കിയാൽ ഇവിടെ 1.5 ആംപിയറിന്റെ ഫ്യൂസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ടിൽ ഓവർലോഡിംഗ് ഉണ്ടാവുകയും ഒരു ബൾബ് പോലും പ്രകാശിക്കാതിരിക്കുകയും ചെയ്യുന്നു. ബൾബുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രകാശിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ when switch S3 is on?
S3 എന്ന സ്വിച്ച് ഓൺ ആക്കിയാൽ നമ്മൾ ഓവർലോഡിങ്ങിന്റെ കാര്യം പറഞ്ഞതുപോലെ S3 എന്ന സ്വിച്ച് ആണ് ഓൺ ആക്കുന്നതെങ്കിൽ ഓവർലോഡിംഗ് അല്ല ഉണ്ടാവുക, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഈ ഫ്യൂസ് വയർ മെൽറ്റ് ആയി പോവുകയും സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. ഫ്യൂസ് വയർ മെൽറ്റ് ആവുകയും സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. ഇനി ഇതേ സർക്യൂട്ടിൽ സാധാരണഗതിയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമുക്ക് മാറ്റിയിട്ട് സാധാരണഗതിയിൽ ഇതേ സർക്യൂട്ടിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സർക്യൂട്ടിലെ ആംപറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കറിയാം പവർ വാട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുക, കറണ്ട് ആംപിയറിലാണ് എക്സ്പ്രസ് ചെയ്യുക, വോൾട്ടേജ് വോൾട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ആംപറേജ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് എഴുതാം. ആംപറേജ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്, I ഈക്വൽ ടു P ബൈ V എന്ന് എഴുതുന്നതിന് പകരം ആംപറേജ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് എഴുതാം. ഈ കേസിലെ വാട്ടേജ് അതായത് ടോട്ടൽ പവർ എന്നത് 100 വാട്ടിന്റെ 2 ബൾബുകൾ പാരലലായി കണക്ട് ചെയ്താൽ ടോട്ടൽ പവർ എന്നത് 200 വാട്ട് ആണ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് പാരലൽ ആയതിനാൽ നമുക്ക് ആൻസർ 100 എന്ന് എഴുതാം. വോൾട്ടേജില് 200/100 എന്നത് 2 ആംപിയർ ആണ്. ഇവിടെ 2 ആംപിയർ കറണ്ടിന്റെ കേസാണ് പറയുന്നത്. പക്ഷെ കണക്ട് ചെയ്തിരിക്കുന്ന ഫ്യൂസ് വയർ 1.5 ആംപിയറിന്റെ ഫ്യൂസ് വയർ ആണ്. ക്ലിയർ ആയി നോക്കുക. ആംപറേജ് എന്നത് വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. ഈ കേസിലെ വാട്ടേജ് എന്നത് 100 + 100 200 വാട്ട്. വോൾട്ടേജ് എന്നത് 2 ബൾബുകളും പാരലൽ കോമ്പിനേഷനിലായതിനാൽ വോൾട്ടേജ് 100 വോൾട്ട് ആണ്. therefore ആൻസർ 2 ആംപിയർ എന്ന് കിട്ടുന്നു. ഈ പ്രോബ്ലത്തിൽ ഇനി വരാവുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്, ഓവർലോഡിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോബ്ലം ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്ത സർക്യൂട്ടിലേക്ക് കടക്കുകയാണ്. ഈ സർക്യൂട്ടില് 20 വോൾട്ട് 240 വോൾട്ടിന്റെ 3 ബൾബുകൾ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. സിമ്പിൾ സർക്യൂട്ട് ആണ്. ഈ സർക്യൂട്ടിൽ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ പവർ. സർക്യൂട്ടിലെ ബൾബുകളുടെ ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ ബൾബുകൾക്കും 20 വാട്ട് വീതമായതിനാൽ ടോട്ടൽ പവർ എന്നത് ആ ബൾബുകളുടെ ഓരോന്നിന്റെയും പവർ എന്ത് ചെയ്യും, കൂട്ടിയാൽ മതിയാവുന്നതാണ്. അതായത് 20 + 20 + 20 എന്നത് 60 വാട്ട് ആണ്. 60 വാട്ട് ആണ് ഈ പാരലൽ സർക്യൂട്ടിലെ ടോട്ടൽ പവർ എന്ന് പറയുന്നത്. ഇനി ആംപറേജിലേക്ക് പോകാം. ആംപറേജ് കഴിഞ്ഞ പ്രോബ്ലത്തിലും പറഞ്ഞതാണ്. ആംപറേജ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നതാണ് ആംപറേജ് എന്ന് പറയുന്നത്. വാട്ടേജ് എന്നത് 60 വാട്ട് ആണ്. വോൾട്ടേജ് എന്നത് 240 വോൾട്ട് ആണ്. ഓരോ ബൾബുകൾക്കും പാരലൽ കോമ്പിനേഷനിൽ ഈ വോൾട്ട് തന്നെയാണ് ലഭിക്കുക. ആയതിനാൽ 240 വോൾട്ട് എന്ന് എഴുതാം. ആൻസർ 60/240 എന്നത് 1/4 ആംപിയർ. ഇതായി റെസിസ്റ്റേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിലേക്കാണ് പോകുന്നത്. റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ സർക്യൂട്ടുകൾ എക്സാമിന് വരാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആയ കോമ്പിനേഷൻ പറയുന്നു. 1 ohm 1 ohm 1 ohm റെസിസ്റ്റേഴ്സ്, അതേപോലെ ഇവിടെയും 1 ohm 1 ohm 1 ohm റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 1 ohm 1 ohm റെസിസ്റ്റേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് സീരീസ് കോമ്പിനേഷനിലാണ്. സീരീസ് കോമ്പിനേഷനിലാണെങ്കിൽ R ഈക്വൽ ടു R1 + R2 + R3 എന്നതാണ്. അതായത് 1 + 1 എന്നത് 3 ohm റെസിസ്റ്റർ എന്ന് കിട്ടും നമുക്ക്. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ohm ആണ്. ഈ 1 ohmഉം ഈ 1 ohmഉം ഈ 1 ohmഉം തമ്മിൽ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ohm ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസും 3 ohm എന്ന് തന്നെയായിരിക്കും. കാരണം അവിടെയും റെസിസ്റ്റൻസ് 1 ohm 1 ohm 1 ohm എന്നതാണ്. ഇനി ഒരു കാര്യം നോക്കുക കറക്റ്റ് ആയിട്ട്. ഈ 3 ohm റെസിസ്റ്റേഴ്സ്, അതായത് ഈ ഗ്രൂപ്പിംഗിലൂടെ ലഭിച്ച 3 ohm റെസിസ്റ്റേഴ്സ്
ഈ ഗ്രൂപ്പിങ്ങിലൂടെ ലഭിച്ച 3 ഓം റെസിസ്റ്റൻസും കൃത്യമായി ഇവിടെ 2 ലൂപ്പിംഗ് ഉള്ളതിനാൽ, ഇവിടെ ലൂപ്പ് ചെയ്തിരിക്കുന്നതിനാൽ ഇവ രണ്ടും പാരലൽ കോമ്പിനേഷനിലായിരിക്കും. ഇനി ഈ പാരലൽ കോമ്പിനേഷൻ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/r ഈക്വൽ ടു പാരലൽ കോമ്പിനേഷനിൽ 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 എന്ന് നമുക്ക് എഴുതാം. ആയതാൽ 1/r ഈക്വൽ ടു 1/3 പ്ലസ് 1/3 എന്ന് എഴുതാം. 1/3 പ്ലസ് 1/3 എന്നത് നമുക്ക് ഡിനോമിനേറ്റർ അതേപോലെ എഴുതുക, ന്യൂമറേറ്റർ ഒരേ വാല്യൂ ആയതിനാൽ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. 2/3 എന്ന് ലഭിക്കുന്നതാണ്. 1/r ഈക്വൽ ടു 2/3. therefore r ഈക്വൽ ടു 3/2 ഈക്വൽ ടു 1.5 ഓം എന്ന് ലഭിക്കും. ഇതേപോലെയുള്ള ഒരുപാട് ടൈപ്പ് സർക്യൂട്ട് പ്രോബ്ലംസ് നമുക്ക് ചാപ്റ്ററിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇത്രയും നേരം സർക്യൂട്ടിനെ റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് അല്ലാതെയുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ എ പാർട്ടിൽ വരാവുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാനിവിടെ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ ആയി ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, യൂസിംഗ് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ കംപ്ലീറ്റ് ദ അതർ. ആദ്യത്തെ പെയർ മനസ്സിലാക്കി, ജോഡി മനസ്സിലാക്കി, രണ്ടാമത്തെ ജോഡിക്ക് കറക്റ്റ് ആയ ആൻസർ കൊടുക്കുക. ഇവിടെ നോക്കുക, ഫിലമെന്റ് ആയി ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ഫിലമെന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് ആയി ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നത് നിക്രോം ആണ്. ഓക്കെ, ഇനി അടുത്തായി പറയുക, വിച്ച് ഓഫ് ദം ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി. ഇവിടെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് നിക്രോം, അലൂമിനിയം, കോപ്പർ, സിൽവർ. ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ നിക്രോം ആണ്. ഇതേ ടൈപ്പ് പ്രോബ്ലംസും ചാപ്റ്ററിൽ ഉടനീളം നിങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. അത് കൃത്യമായി വർക്ക്ഔട്ട് ചെയ്തു കൊള്ളുക.